എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ഇന്ന് ആരംഭിക്കുന്നു. ഈ 15-ാമത്തെ അധ്യായത്തിലെ ശ്രീകൃഷ്ണനും ബലരാമനും പൗഗണ്ഡ വയസ്സിലെത്തി. 6 വയസ്സ് കഴിഞ്ഞു 11 വയസ്സായപ്പോ രണ്ടുപേരും ഇതേവരെ പശുക്കുട്ടികളെ മേച്ചിരുന്നത് ഇനിയിപ്പോ ഇവര് പശുക്കളെ പാലിക്കാൻ പ്രാപ്തരായി എന്ന് സമ്മതമായിട്ട് അവര് അങ്ങനെ പശുക്കുട്ടികളെ പാലനം ചെയ്യണത് ഉപേക്ഷിച്ച് സുഹൃത്തുക്കളോട് കൂടിയിട്ട് പശുക്കളെ ആട്ടി വൃന്ദാവനത്തിൽ പ്രവേശിച്ച് അവിടെ അങ്ങനെ പശുക്കളെ മേയിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള വൃന്ദാവനത്തിന്റെ വർണ്ണന, ഭഗവാന്റെ ആ പാദപത്മങ്ങൾ, ബ്രഹ്മാദി ദേവന്മാരു കൂടി വന്ദിക്കുന്ന ആ പാദപത്മങ്ങൾ കൊണ്ട് ആ വനത്തിൽ രാമകൃഷ്ണന്മാരും അങ്ങനെ സഞ്ചരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും കൂടി പുണ്യം ലഭിക്കും എന്നത് പ്രത്യേകം പറഞ്ഞു. ആ വൃന്ദാവനത്തിന്റെ മഹാത്മ്യം, ഒരിക്കലെങ്കിലും വൃന്ദാവനത്തിൽ പോകേണ്ടതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും ഏട്ടനും കൂടി അവിടെ ഭഗവാന്റെ പാദങ്ങൾ പതിയാത്ത ഒരു സ്ഥലം പോലും വൃന്ദാവനത്തിൽ ഇല്ല. അതാണ് വൃന്ദാവനത്തിന്റെ മഹാത്മ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ പഞ്ചദശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈഃ ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. തതശ്ച പൗഗണ്ഡവയശ്രിതൗ വ്രജേ ബഭൂവദുസ്തൗ പശുപാലസമ്മതൗ ഗാശ്ചാരയന്തൗ സഖിഭിः സമം പദേ. വൃന്ദാവനം പുണ്യം അതീവ ചക്രതു. ശ്രീശുഖബ്രഹ്മർഷി പറയുന്നു, ശ്രീകൃഷ്ണനും ബലരാമനും പൗഗണ്ഡ വയസ്സിലെത്തി. വ്രജത്തിലുള്ളവർക്കും നന്ദഗോപൻ മുതലായവർക്കും ഇവര് രണ്ടുപേരും പശുക്കളെ പാലിക്കാൻ പ്രാപ്തന്മാരായെന്ന് സമ്മതമായി. ഇനി അവര് വലുതായല്ലോ കുട്ടികള്, ഇനി പശുക്കളെ മേയ്ക്കാം. ആ സന്തോഷായി രണ്ടുപേർക്കും. ഞങ്ങൾ വലുതായില്ലേ. അത് മുതൽക്ക് ആ വത്സപാലനം ഉപേക്ഷിച്ച് ഗോപകുമാരന്മാരോട് കൂടിയിട്ട് പശുക്കളെ ആട്ടി വൃന്ദാവനത്തിൽ അങ്ങനെ നടക്കുകയാണ്. അവിടെ 4 ഭാഗത്ത് ഇങ്ങനെ പശുക്കളെ സഞ്ചരിപ്പിക്കുമ്പോ ബ്രഹ്മാദി ദേവന്മാരാൽ കൂടി വന്ധ്യമായിരിക്കുന്ന ആ പാദപത്മങ്ങൾ കൊണ്ട് ആ വനത്തിൽ രാമനും കൃഷ്ണനും അങ്ങനെ സഞ്ചരിച്ചതുകൊണ്ട് അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും കൂടി പുണ്യം ലഭിക്കും എന്ന്. അത്രയ്ക്ക് വൈഭവമാണ് ആ വൃന്ദാവനത്തിൽ ഉള്ളത് എന്ന് പ്രത്യേകം പറയുന്നു. ശ്രീകൃഷ്ണൻ പശുക്കളെ പാലിക്കാൻ ആരംഭിച്ചത് കാർത്തിക മാസത്തിലെ ശുക്ലാഷ്ടമി ദിവസമാണെന്ന്. അതുകൊണ്ട് ആ ദിവസത്തിന് ഗോപാഷ്ടമി എന്ന് ജനങ്ങള് പേര് കൊടുത്തു. ഇത് പത്മപുരാണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
പത്മപുരാണത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാർത്തിക മാഹാത്മ്യം എന്നുള്ള ആ വർണ്ണന. കാർത്തിക മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന അവസരത്തില് പറഞ്ഞിരിക്കുന്നു, ശുക്ലാഷ്ടമി ദിവസമാണ് ശ്രീകൃഷ്ണൻ പശുക്കളെ പാലിക്കാൻ ആരംഭിച്ചത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഗോപാഷ്ടമിയായിട്ട് ഇപ്പോഴും വൃന്ദാവനത്തില് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഗോപാഷ്ടമി. ശുക്ലാഷ്ടമി കാർത്തികേതു സ്മൃത ഗോപാഷ്ടമി ബുധൈ തദ്ദിനാത് വാസുദേവോ ഭൂൽ ഗോപ പൂർവം തു വത്സവഃ തന്മാധവോ വേണുമുദീരയൻ വൃതോ ഗോപേർകൃണൽഭിസ്വയശോബലാന്വിതഃ പശൂൻ പുരസ്കൃത്യ പശവ്യമാവിശൽ വിഹർത്തുകാമ കുസുമാകരം വനം. ലക്ഷ്മികാന്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടും തന്റെ കീർത്തിയെക്കുറിച്ച് കീർത്തനം ചെയ്യുന്ന ഗോപന്മാരോടും ഒരുമിച്ച് ചേർന്ന് ഓടക്കുഴലനങ്ങനെ ഉച്ചത്തിൽ വായിച്ചുകൊണ്ട് പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്നു. നല്ല പുല്ലും വെള്ളവും മരക്കൂട്ടങ്ങളും ബഹുവിധ പുഷ്പങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ് വൃന്ദാവനം. അതുകൊണ്ടെന്താ, പശുക്കൾക്ക് മേയാനും ധാരാളം സ്ഥലം, നല്ല പച്ചപ്പുല്ല് ഇഷ്ടം പോലെ. അപ്പൊ കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം. പുൽമേടുകള് ധാരാളം, അവിടെ ഇരുന്നിട്ടോ സുന്ദരമായിട്ട് കളിക്കാം. അങ്ങനെ ഇത്രയും കുട്ടികൾക്ക് കളിക്കാൻ സമുചിതമായ വൃന്ദാവനത്തില് പശുക്കളെ മേയിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാര് കളിച്ചു നടന്നു, എല്ലാവരുടെ കണ്ണുകൾക്കും ആനന്ദം പകർന്നുകൊണ്ട്. തന്മഞ്ജുഘോഷാളി മൃഗദ്വിജാകുലം മഹൻ മനഃപ്രഖ്യ വയസ്സരസ്വത വാദേന ജുഷ്ടം ശതപത്രഗന്ധിന നിരീക്ഷരന്തും ഭഗവാൻ മനോദധേ. കർണാനന്ദകരങ്ങളായ മധുര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന വണ്ടുകള്, കുയിലുകള് മുതലായ പക്ഷികളുണ്ട് വൃന്ദാവനത്തില്. പിന്നെ മാൻ മുതലായ മൃഗങ്ങൾ നിറഞ്ഞതും സദാ ഈശ്വരധ്യാനം ചെയ്തിരിക്കുന്ന യോഗീശ്വരന്മാരുടെ രാഗാതിവിഹീനമായ ചിത്തം എന്ന പോലെ സ്വച്ഛമായിരിക്കുന്ന വെള്ളമുള്ള സരസ്. ഇത്രയും മനോഹരമാണ്. അടി ഇങ്ങനെ കാണാം അവിടുത്തെ സരസുകള്. ആ സരസിൽ ഇങ്ങനെ താമരപ്പൂവ് നിറഞ്ഞിരിക്കുന്നു. ആ താമരപ്പൂവിന്റെ സൗരഭ്യം, അത് തട്ടി വരുന്ന കാറ്റ്, അതൊരു ശീതളത്തോടുകൂടി ശൈത്യത്തോടു കൂടി മന്ദവായു വീശിക്കൊണ്ടിരിക്കുന്നതുമായ ആ വൃന്ദാവനത്തെ 4 ഭാഗത്തും നോക്കി ഭഗവാൻ പറഞ്ഞു, ആഹാ എന്താ രസം നോക്കൂ കുട്ടികളെ, കൂട്ടുകാരെ ഓടി വരും, നമുക്ക് ഇവിടെ കളിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. കണ്ടോ, ഈ വെള്ളത്തില് സരസില് നമുക്ക് ചാടി കുളിക്കാം, താമരപ്പൂ പറിക്കാം, കണ്ടോ എന്താ രസം. ശരിയാ ശരിയാ എന്ന് കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ വൃന്ദാവനം പഞ്ചേന്ദ്രിയങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്ന സ്ഥലമാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ പറയണത്. ഇത്രയും മധുര ശബ്ദം, കർണാനന്ദകരം, ശീതവായു, ത്വഗിന്ദ്രിയത്തെയും സുഗന്ധമുള്ളതിനാൽ നാസികയെ, ത്വഗിന്ദ്രിയത്തെയും ശീതവായു ഇന്ദ്രിയത്തെയും സുഗന്ധമുള്ളത് കൊണ്ട് നാസികയെയും, ജലവും വിശേഷ ഫലപക്വങ്ങളും ഉള്ളതുകൊണ്ട് രസനേന്ദ്രിയത്തെയും, വികസിത പുഷ്പങ്ങളും ഉന്നത വൃക്ഷങ്ങളും ഉള്ളതുകൊണ്ട് നേത്രേന്ദ്രിയത്തെയും ആനന്ദിപ്പിക്കാൻ തക്ക മനോഹര സ്ഥാനമാണെന്ന് വർണ്ണിച്ചിരിക്കുന്നു. ഭഗവാന്റെ വൃന്ദാവനം പിന്നെ അങ്ങനെ അല്ലാതിരിക്കും അല്ലെ. പശവ്യം എന്ന് പറഞ്ഞാൽ തന്റെ സുഖത്തിന് മാത്രമല്ല പശുക്കൾക്കും കൂടി പറ്റിയ സ്ഥലം, അതാണ് പശവ്യം. നമുക്കെല്ലാവർക്കും നന്നായിട്ട് കളിക്കാം, പശുക്കൾക്കും അതെ. എന്താ, അവർക്ക് ധാരാളം പച്ചപ്പുല്ല് കണ്ടോ, വൃക്ഷങ്ങളിലാണെങ്കിൽ നിറച്ചു പൂക്കൾ ഇങ്ങനെ അതില് നിറഞ്ഞിരിക്കണം. നല്ല ഫലവൃക്ഷങ്ങൾ ധാരാളം, കുട്ടികൾക്ക് മുകളിൽ കയറി പറിച്ചു തിന്നാനുള്ള എല്ലാ ഫലങ്ങളും ഉണ്ട് വൃന്ദാവനത്തിൽ. എന്നാലോ ദുഷ്ടമൃഗങ്ങളൊന്നും അവിടെ. ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.